ഫലാ യസ്തതിഊന തൗസിയതൻ, ഒരു വസിയത്ത് പോലും അവർക്ക് എഴുതി വെക്കാൻ കഴിയില്ല. ഒരു വസിയത്ത് പോലും എഴുതി വെക്കാനാവാത്ത അവസ്ഥയിൽ വലാ ഇലാഹിലിൻ യർജൂൻ, കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാനും കഴിയില്ല. കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാനും കഴിയില്ല, ഒരു വസിയത്ത് എഴുതാനും കഴിയില്ല. അതിനിടയിലാണത് പിടികൂടുക. ലോകത്തിന്റെ അവസാനം അങ്ങനെ ഉണ്ടാവുക. വിശുദ്ധ ഖുർആൻ പറയുന്നു, വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് പറയാ, അതിനിടയിലാണത് പൊടുന്നനെയാണ് സംഭവിക്കുക എന്ന്. പെട്ടെന്നാണത് വന്നു ചേരുക. കണ്ണു വെട്ടി തുറക്കുന്നതിന് മുമ്പ് അത് സംഭവിക്കുമെന്നാണ്. ആ സംഭവത്തെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താ? വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹി യൻസിലൂൻ, അവരെല്ലാവരും അപ്പോൾ യാതൊരു വസിയത്തും നൽകാനോ കുടുംബങ്ങളിലേക്ക് മടങ്ങിച്ചെല്ലാനോ അവർക്ക് സാധിക്കുകയില്ല. കാഹളത്തിൽ ഊതപ്പെടും. അപ്പോൾ അവർ ഖബറുകളിൽ നിന്ന് അവരുടെ രക്ഷിതാവെങ്കിലേക്ക് കുതിച്ചു ചെല്ലുകയായി. എന്നിട്ട് അവർ പറയും, നമ്മുടെ നാശമേ, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്ന് പറഞ്ഞ് ഖിയാമത്ത് നാളിൽ കാഹളത്തിൽ ഊതപ്പെട്ട് ആ കാഹളത്തിൽ ഊതിയും അതിനിടയിൽ ഖബറിൽ നിന്ന് ഇളക്കി മറിക്കപ്പെടുന്നതിനിടയിൽ അല്ലേ പിന്നീടുള്ള ഒരു കാഹളത്തിലൂത്ത്, അതിനിടയിലുള്ള കാലദൈർഘ്യം അതെത്രേ നമുക്ക് കൃത്യമായി അറിയില്ല. അള്ളാഹുവിന് മാത്രം അറിയാവുന്നൊരു കാലഗണനയാണ്. എന്ന് പറയും, ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഇതല്ലേ അമ്പിയാക്കൾ പറഞ്ഞ സത്യദിനം? ഇതല്ലേ ദൈവദൂതന്മാർ സത്യം തന്നെയാണല്ലോ പറഞ്ഞത്? അള്ളാഹു വാഗ്ദാനം ചെയ്ത ദിനമാണല്ലോ ഇത് എന്ന് മനുഷ്യരെന്ന് മനസ്സിലാക്കുന്ന അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചെറിയ ഭൂകമ്പങ്ങൾ തന്നെ ഉണ്ടായാൽ ഒരു രാജ്യത്തിന്റെ അവസ്ഥ എന്താ? എത്രയോ നൂറ്റാണ്ടുകൾ പടുത്തുയർത്തിയ ബിൽഡിങ്ങുകൾ അത് തകർന്ന് തരിപ്പണമാകുക. അത് തരിപ്പണമാകുന്നത് കാണുന്നു മനുഷ്യര് അല്ലേ? എത്ര വലിയ പടുകൂട്ടൻ ബിൽഡിങ്ങുകളും അന്ന് തകർന്ന് തരിപ്പണമാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് പടച്ച തമ്പുരാൻ അതിന്റെ ഭയാനകത സൂചിപ്പിക്കുന്നതിന് വേണ്ടി സൂറത്ത് ഹജ്ജ് എല്ലാവരും പരിശോധിക്കേണ്ടതാണ്. സൂറത്ത് ഹജ്ജ് 22-ാമത്തെ അധ്യായമാണ്. ആ അധ്യായത്തിൽ അതിന്റെ തുടക്കം തന്നെ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും. നോക്കൂ, സത്യവിശ്വാസികളെ, മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അലീം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, യൗമ തറൗനഹാ തദ്ഖുലു കുല്ലു മുർളിയത്തിൻ നോക്കൂ അമ്മാ അർളാത് وترى كل ذات حمل حملها وترى الناس سقارا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം. തീർച്ചയായും ആ അന്ത്യസമയമുണ്ടല്ലോ, ലോകത്തിന്റെ അവസാന പ്രകമ്പനം, അത് ഭയങ്കരമായ ഒരു കാര്യം തന്നെയാകുന്നു. നിങ്ങളത് കാണുന്ന ദിവസം ഏതൊരു മുല കൊടുക്കുന്ന സ്ത്രീയും കുഞ്ഞിനെ അവഗണിക്കുന്നതാണ് ആ ദിവസം. ഏതൊരു മാതാവും തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് എന്ത് പ്രയാസമുള്ള ഘട്ടത്തിലും, സഹോദരിമാരെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും, ഏതൊരു കുഞ്ഞിനെയും മാറോട് ചേർത്ത് ഒരു മാതാവ് മുല കൊടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് എത്രമാത്രം സ്നേഹമാണ്. ആ മാതാവ് കുഞ്ഞിനെ മുലയൂട്ടുന്ന മാതാവ് കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതാണ് ആ ദിവസം. അത്ര ഭയാനകരമാണ് ആ ദിവസം. എന്നിട്ടോ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുഖാറാ വമാ ഹും ബിസുഖാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ശിക്ഷയുടെ കാഠിന്യം കൊണ്ട്, അല്ലാഹുവിന്റെ നടപടിക്രമങ്ങൾ കൊണ്ട് മനുഷ്യന്മാരെ നിനക്ക് മത്ത് പിടിച്ചവരായിട്ട് അവരെ നിനക്ക് കാണാം. യഥാർത്ഥത്തിൽ അവർ മത്തന്മാരല്ല, മയക്കുമരുന്നിൽ ഒരു അടിമകളല്ല. പക്ഷെ ആ ദിവസത്തിന്റെ ഭയാനകതയിൽ, ആ ഘോരശബ്ദത്തിന്റെ ചെകിടടപ്പിക്കുന്ന ആ ശബ്ദം കേട്ട് മനുഷ്യരൊരു തരം മത്തന്മാരായി തീരുന്ന ദിവസമാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാന്റെ ഗ്രന്ഥത്തിലൂടെ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ
സത്യം പറയുവാനും സത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനും പഠിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഗർഭിണികളായ സ്ത്രീകൾ പ്രസവിച്ചു പോകുന്ന, ജന്തുക്കളൊക്കെ പ്രസവിച്ചു പോകുന്ന ദിവസം അല്ലാഹുവിന്റെ ഭയാനകതയെ കുറിച്ച് സൂചിപ്പിച്ചിടത്ത് പറഞ്ഞത്, കാട്ടിലെ ജന്തുക്കൾ, വന്യമൃഗങ്ങൾ അവയെല്ലാം ഒരുമിച്ച് കൂടി ആകെ കാതോർത്തു നിൽക്കുന്ന ഒരു ഘട്ടമായിരിക്കും അതിന്. ഭൂകമ്പങ്ങളൊക്കെ അറിയാൻ നാൽക്കാലികൾക്ക് നമ്മളെക്കാൾ പവറുണ്ട് എന്ന് സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷികള്, മൃഗാദികള്, അവയൊക്കെ ഭൂകമ്പങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിയും. അതിന്റെ സൂചനകൾ അവർ പ്രകടിപ്പിക്കും. അവരാദ്യമേ അറിയും, മനുഷ്യനേക്കാളും മുമ്പ് അറിയും. മനുഷ്യർ കണ്ടെത്താൻ അവരുപയോഗിച്ച എല്ലാറ്റിനേക്കാളും മുമ്പ് ഭൂകമ്പമുണ്ടാൻ പോകുന്നു എന്ന വിവരം അള്ളാഹു ആദ്യമായി പക്ഷിമൃഗാദികളെ അറിയിക്കുന്നു എന്നുള്ളതാണ് സത്യം. അവയറിയും ലോകം നശിക്കാൻ പോകുന്നു, നമ്മുടെ ഈ വസിക്കുന്ന ഭൂമി തകരാൻ പോകുന്നു, ഇന്നേടങ്ങളിലെല്ലാം കുലുങ്ങാൻ പോകുന്നു. ഒരുപക്ഷെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ പോലും ലോകത്ത് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ചെറുതും വലുതുമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം, ഉണ്ടായിട്ടുണ്ടാകാം. അതിന്റെ ദുരന്തങ്ങൾ ഇപ്പോഴും ഉണ്ടാകാം. ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡിൽ പോലും അത് നടക്കാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, മനുഷ്യരെ, ആ അന്ത്യദിനത്തിന്റെ പ്രകമ്പനമുണ്ടല്ലോ, അതൊരു വല്ലാത്ത പ്രകമ്പനമാണ്. അപ്പൊ അതിനു മുമ്പായി മനുഷ്യന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ക്രമീകരിക്കാനും അല്ലാഹു നമ്മളോട് പറയുകയാണ്. അന്നത്തെ ദിവസം അല്ലാഹു ഖുർആനിൽ ഓരോ സ്ഥലങ്ങളിൽ വിശദീകരിക്കുകയാണ്. യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ് അൽ ഖാരിയ മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ അൽ ഖാരിയ. നോക്കൂ, ആ ഭയങ്കരമായ സംഭവം, അൽ ഖാരിയതു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ. ആ എന്താണ് ആ ഭയാനകരമായ അതിശക്തമായ ആ മുട്ടുന്ന സംഭവം എന്താണ്? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും താഴെ നമ്മൾ കാണുന്ന ഓതി വരുന്ന നമ്മുടെ ഭാഗമാണ്. അൽ ഖാരിയതു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്. യൗമ യകൂനു നാസ്, അന്ന് ജനങ്ങളായിത്തീരും കൽ ഫറാശിൽ മബ്സൂസ്, ഈയാമ്പാറ്റകളെ പോലെ, പാറ്റകളെ പോലെ, ഈയാമ്പാറ്റകളെ പോലെ അഗ്നിജ്വാലകൾക്ക് നേരെ പറന്നെടുക്കുന്ന ആ വളരെ ചുരുങ്ങിയ ആയുസ്സുള്ള ഈയാമ്പാട്ടുകളെ പോലെ മനുഷ്യരായിത്തീരുന്ന ദിവസം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. 101-ാമത്തെ അധ്യായം 4-ാമത്തെ സൂക്തത്തിലൂടെ അല്ലാഹു പറയുകയാണ്, മനുഷ്യരെല്ലാം ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ ആകുന്ന ദിവസമാണത്. ഫൈദാ ബരിക്കൽ ബസർ ഫഖസഫൽ ഖമർ വജുമിയ ശംസു വൽ ഖമർ യഖൂലുൽ ഇൻസാനു ഐനൽ മഫർ യഖൂലുൽ ഇൻസാനു ഐനൽ മഫർ യൗമൈദിൻ ഐനൽ മഫർ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, സൂറത്ത് ഖിയാമ 75-ാമത്തെ അധ്യായം സൂറത്ത് ഖിയാമ, ലോകാവസാനം സൂറത്ത് ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിലെ 75-ാം അധ്യായം. ആ അധ്യായത്തിൽ 40 ആയത്തുകളാണുള്ളത്. ആയത്തിൽ അല്ലാഹു പറയുകയാണ്, എന്നാൽ കണ്ണഞ്ചി പോകുന്ന ദിവസം, കണ്ണഞ്ചിപ്പോകുന്ന ദിവസം, അതാണ് ലോകാവസാനത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നാൽ കണ്ണഞ്ചിപ്പോകുന്ന ദിവസം, സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, ചന്ദ്രന് ഗ്രഹണം ബാധിക്കുന്ന ദിവസം, സൂര്യനും ചന്ദ്രനും വജുമിയ ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒന്നു ചേരുന്ന ദിവസം, സൂര്യനും ചന്ദ്രനും ഒന്നു ചേരുന്ന ദിവസം. ആലോചിച്ചു നോക്ക്, സൂര്യനും ചന്ദ്രനും എന്ന് കൃത്യമായി ഒരു പദമേഖലയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീർ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. സൂറത്ത് യാസീനിലെ 36-ാം അധ്യായം 38, 39, 40 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? സൂര്യൻ അതിന്റെ നിശ്ചിതമായ പദമേഖലയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനോ വൽ ഖമറു ഖദ്ദർനാഹു മനാസില, ചന്ദ്രനുമുണ്ട് ചില മനാസിലുകൾ, അതിന്റെ വൃദ്ധിക്ഷയങ്ങൾ. ആ ചന്ദ്രൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ഒന്നൊന്നിനെ ഓവർടേക്ക് ചെയ്യാതെ തന്നെ അത് തുറന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ അല്ലാഹു പറയുന്നത്, എന്നാൽ ഇവിടെ സൂര്യനും ചന്ദ്രനും ഒന്നായി ചേരും. ലോകാവസാനം ഖുർആൻ പറയുന്ന അങ്ങനെ, ലോകം അവസാനിക്കുമ്പോ സൂര്യൻ, നിങ്ങൾ ആലോചിച്ചു, ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാണ് സൂര്യൻ. ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എങ്ങനെയാണ്? പ്രകാശ സംശ്ലേഷണം. ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്, ജന്തുക്കൾ മുളയ്ക്കുന്നത്, നാം ജീവിക്കുന്നത്, എല്ലാം നിലനിൽക്കുന്നത്, രാവുകൾ മാറി മാറി വരുന്നത്, എല്ലാം ഈ സൂര്യന്റെ സഞ്ചാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമറു ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദൂ ലില്ലാഹിൽ ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബ്ദൂൻ. 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്ത്
ഹാമീൻ സജദ. ഹാമീൻ സജദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 37-ാമത്തെ വചനത്തിൽ പറയുകയാണ്, വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ വശംസു വൽ ഖമർ. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ആ സൂര്യനും ചന്ദ്രനും ഒന്നു ചേരുന്ന ദിവസം, വജ്മിയ ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒന്നായി ചേരും. യഖൂലുൽ ഇൻസാനു യൗമൈദിൻ ഐനൽ മഫർ. അതാണ് യഖൂലുൽ ഇൻസാൻ. അന്ന് മനുഷ്യർ പറയുന്നതാണ്. മനുഷ്യർ പറയും. അപ്പൊ നമുക്കറിയാം, ഒരു ജില്ലയിൽ ഭൂകമ്പമുണ്ടായ അടുത്ത ജില്ലയിലേക്ക് നമുക്ക് മാറ്റി പാർപ്പിക്കാം. സംസ്ഥാനം കുലുങ്ങിയാലോ, സ്റ്റേറ്റ് ഒട്ടൊക്കെ കുലുങ്ങിയാലോ, ലോകം മുഴുവനും കുലുങ്ങിയാലോ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്കാലഹാ വഖാലൽ ഇൻസാനു മാലഹാ. ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങുന്ന ദിവസം, അന്ന് യൗമൈദിൻ യഖൂലുൽ ഇൻസാനു യൗമൈദിൻ ഐനൽ മഫർ. മനുഷ്യർ ചോദിച്ചു പോകും, എങ്ങോട്ടാ ഇനി ഓടുക? ഏത് പർവ്വത ശിഖരത്തിൽ പോയൊളിക്കും? ഏത് മരത്തിന്റെ ചില്ലയിൽ പോയൊളിക്കും? ഏത് കെട്ടിടത്തിന്റെ മുകളിൽ പോയൊളിക്കും? ലോകം മുഴുവനും കുലുങ്ങിയാൽ, കെട്ടിടം കുലുങ്ങിയാൽ, ആകാശം കുലുങ്ങിയാൽ, പർവ്വതം കുലുങ്ങിയാൽ എവിടെ പോയാണ് അവർ ഒളിക്കുക? ആ പർവ്വതം മരീചിക പോലെ ആയിത്തീരുന്ന ദിവസം, പഞ്ഞിയെപ്പോലെ, ഈയാമ്പാട്ടുകളെ പോലെ പാറിപ്പോകുന്ന ദിവസം, കടഞ്ഞിട്ട ആട്ടിൻ രോമങ്ങളെ പോലെ പർവ്വതങ്ങൾ ഇളക്കി മറിക്കപ്പെടുന്ന ദിവസം, യഖൂലുൽ ഇൻസാനു യൗമൈദിൻ ഐനൽ മഫർ. എങ്ങോട്ടാണ് അന്നേ ദിവസം? അന്നേ ദിവസം മനുഷ്യർ പറയും, എവിടെയാണ് ഓടി രക്ഷപ്പെടാനുള്ളത്? ഐനൽ മഫർ. എങ്ങോട്ടാ നിങ്ങൾ ഓടുന്നത്? എങ്ങോട്ടാ നിങ്ങൾ ഓടുന്നത്? ഭൂമിയുടെ ഏത് അറ്റത്തേക്കാണ് നിങ്ങൾ ഓടുന്നത്? ഭൂമി മുഴുവനും കുലുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? എവിടെയാണ് നിങ്ങൾ ഓടി ഒളിക്കുന്നത് മനുഷ്യ? അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക്, 700 കോടി മനുഷ്യരെയും കൊണ്ട് ഈ ഭൂമി കുലുങ്ങുന്ന ഒരു ദിവസം, ആകാശം പൊട്ടിപ്പിളരുന്ന ഒരു ദിവസം. അതാണ് ഫൈദാ ബരിക്കൽ ബസറു ഫഖസഫൽ ഖമറു വജമിയ ശംസു വൽ ഖമർ. ചന്ദ്രൻ ഗ്രഹണം ബാധിക്കും. സൂര്യനും ചന്ദ്രനും, സ്റ്റീഫൻ ഹോക്കിംഗ് പറയാൻ, സൂര്യൻ ഇങ്ങനെ വികസിച്ച് ചന്ദ്രനെയും കൂടി അത് കടന്നു പിടിക്കും. അങ്ങനെ ചന്ദ്രന്റെ പ്രകാശം കെട്ടടങ്ങും, സൂര്യന്റെ പ്രകാശം കെട്ടടങ്ങും, ലോകം ഇരുട്ടിലായി തീരും, ലോകം അങ്ങനെ താറുമാറാകും. ചന്ദ്രനെ, ഭൂമിയെ, അല്ല പറയുകയാണ്, സൂര്യനെയും ഭൂമിയെയും ചന്ദ്രനെയും ഒക്കെ എടുത്തിട്ട് ഒരു കൂട്ടിമുട്ടൽ മുട്ടിക്കും. അതങ്ങനെ പൊടിപൊടിയായി വീഴും. വലത് കൈകൊണ്ട് ഗ്രന്ഥത്തിന്റെ ഏടുകൾ ചുരുട്ടുന്ന പോലെ ആകാശത്തെ വലത് കൈകൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അല്ലേ? ഒരു കടലാസ് എതിർ ദിശയിലേക്ക് ചുരുട്ടിയാൽ, ഇപ്പൊ നമ്മൾ സാധാഗതിയിൽ ഇങ്ങനെയുള്ള ഒരു പേപ്പർ എതിർ ദിശയിലേക്ക് തിരിക്കുക, അപ്പൊ ഇവിടുന്ന് ഉദിക്കേണ്ടത് ഇപ്പുറത്തുനിന്ന് ഉദിക്കും. അങ്ങനെ അല്ലാഹു സൂറത്ത് അംബിയായിൽ പറയാം, 21-ാം അധ്യായം 105-ാമത്തെ വചനത്തിൽ പറയാണ്, ഗ്രന്ഥത്തിന്റെ ഏടുകൾ ചുരുട്ടിപ്പിടിക്കുന്ന പോലെ അന്ന് നാം ഈ പ്രപഞ്ചത്തെ ചുരുട്ടിപ്പിടിക്കുന്ന ദിവസം. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു. ആരംഭം തുടങ്ങി, എവിടെ നിന്നാണോ ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം, അതിലേക്ക് അതിനെ മടക്കിക്കൊണ്ടുപോകും. ലമൈറ്റർ എന്ന് പറയുന്ന ശാസ്ത്രകാരൻ പറഞ്ഞ അതാണ്. ലമൈറ്റർ എന്ന് പറയുന്ന ശാസ്ത്രകാരൻ ഒരു പൂക്കുറ്റിയിൽ നിന്ന് വിരിഞ്ഞു പോകുന്ന ആ മരുന്നുണ്ടല്ലോ, അത് ആകാശത്തിങ്ങനെ പുഷ്പങ്ങളായി വിരിയുന്ന പോലെ, എന്നിട്ട് തിരിച്ചതിന്റെ പൂക്കുറ്റിയിലേക്ക് വരുന്ന പോലെ, കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു. സൃഷ്ടി തുടങ്ങിയിടത്തേക്ക്, സിംഗുലാരിറ്റിയിൽ നിന്ന് സിംഗുലാരിറ്റിയിലേക്ക്, ഏകത്വത്തിൽ നിന്ന് ഏകത്വത്തിലേക്കുള്ളൊരു മടക്കയാത്ര അത് വരാനിരിക്കുന്നു എന്ന് അല്ലാഹു. അപ്പൊ ഇതിനെയൊക്കെ തകർത്ത് പഴയ അവസ്ഥയിലേക്ക്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഈ ഭൂമി ഇതല്ലാത്ത മറ്റൊരു ഭൂമിയാക്കി അല്ലാഹു അതിനെ മാറ്റും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കൂ, ഈ ഭൂമിയെ ഇതല്ലാത്ത മറ്റൊരു ഭൂമിയാക്കി അല്ലാഹു മാറ്റും എന്ന് പടച്ചതമ്പുരാൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ ആ കാര്യം പലവരും സൂറത്ത് ഖിയാമയിലെ 7 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങുന്ന ദിവസം, വഅഖ്റജത്തിൽ അർളു അസ്കാലഹാ. ഭൂമി അതിന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കളയുന്ന ദിവസം. ഭൂമി ഒരു തോട് പോലെയായി തീരുന്ന മാൻഡിൽ, അകക്കാമ്പ്, ഉള്ളിൽ അഗ്നിപർവ്വതമാണ്, അഗ്നിജ്വാലകളാണ് ഭൂമിയുടെ ഉള്ളിൽ. അത് പുറത്തേക്ക് കളയുന്നതാണ്. അത് പുറത്തേക്ക് വരും. എന്നിട്ട് മനുഷ്യർ ചോദിക്കുന്ന, വഖാലൽ ഇൻസാനു മാലഹാ. ഈ ഭൂമിക്ക് എന്ത് പറ്റി? വഖാലൽ ഇൻസാനു മാലഹാ. മനുഷ്യർ ചോദിക്കും, ഇതിന് എന്ത് പറ്റി? ഭൂമിയുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് ഒന്നായിട്ട് പുറന്തള്ളപ്പെടുന്ന ദിവസം. ശാസ്ത്രം ആ കാര്യം വളരെ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പല ശാസ്ത്രകാരന്മാരും അത് ചർച്ച ചെയ്തിട്ടുണ്ട്.
ഭൂമിയുടെ നാശവും ആകാശത്തിന്റെ നാശവും എല്ലാം ശാസ്ത്രം വിലയിരുത്തിയിട്ടുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആൻ 99-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ ഇന്ന് നമ്മൾ വണ്ടി ഓടിക്കുന്നു, ഇന്ന് നമ്മൾ വീട് നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഈ ഭൂമിയുടെ ഉപരിതലത്തിലാണ് അമ്പരചുംബികളായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി നാം ജീവിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് അള്ളാഹു എന്ന് പറഞ്ഞത്, ഭൂമിയെ നിങ്ങൾക്ക് ജീവയോഗ്യമാക്കിയില്ലേ? എന്താ നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കാത്തത്? നിങ്ങൾക്ക് ജീവയോഗ്യമായിരുന്നില്ല ഈ ഭൂമിയെ നിങ്ങൾക്ക് ജീവയോഗ്യമാക്കി തന്നു, പരത്തി വിധാനിച്ചു തന്നു, അല്ലെ? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. സൂറത്ത് ബഖറ 22-ാമത്തെ വചനമാണ്. ഭൂമിയെ നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തന്നു, ഒരു തൊട്ടിലെന്ന പോലെ, അല്ലേ? വിശുദ്ധ ഖുർആൻ ആ കാര്യമാണ് പറയുന്നത്. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അലീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا. എത്രേ ഭൂമിയെ നിങ്ങൾക്ക് അല്ലാഹു ഒരു വിരിപ്പാക്കി തന്നു, പർവ്വതത്തെ ആണികളാക്കി തരികയും ചെയ്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ അതിനൊക്കെ എന്ത് സംഭവിക്കും? അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ചില കാര്യങ്ങളിലൂടെ പറയുന്നത്. അപ്പോ ആകാശവും ഭൂമിയും അതിനൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. എന്തായിരിക്കുമെന്ന് ഭൂമിയുടെ സ്ഥിതി എന്തായിരിക്കും? ഖിയാമത്ത് നാളിൽ ഭൂമിയുടെ സ്ഥിതി എന്തായിരിക്കും? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അന്ന് വിശുദ്ധ ഖുർആൻ പറയാ, യൗമ യജഅലുൽ ബിൽദാന ശീബ. അന്ന് വിശുദ്ധ ഖുർആൻ പറയാ, കുട്ടികൾ, അതായത് ചെറിയ കുട്ടികൾ വയോവൃദ്ധന്മാരായി തീരുന്ന ദിവസം. കുട്ടി വാർദ്ധക്യത്തിലെത്തിപ്പോവും. അതിന്റെ ഭയാനകത കൊണ്ട് ശാസ്ത്രം കാര്യം പറയുന്നുണ്ട്, ഭയാനകത കൊണ്ട്. അതായത് ലോകം അവസാനിക്കുന്നതിന്റെ ഭയാനകത കൊണ്ട് ഒരു കുട്ടി വാർദ്ധക്യത്തിലായി പോകുന്ന പറയുന്നു. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയും. വിശുദ്ധ ഖുർആൻ 73-ാം അധ്യായം സൂറത്ത് മുസമ്മിൽ 17-ാമത്തെ വചനത്തിൽ പറയാ, യൗമ യജഅലുൽ വിൽദാനു ശീബാ. അന്ന് കൊച്ചുകുട്ടികൾ വരെ വാർദ്ധക്യത്തിലായി പോകുന്ന ദിവസം. എവിടെയാണ് ഓടി രക്ഷപ്പെടുക? യഖൂലുൽ ഇൻസാനു യൗമൈദിൻ അയ്നൽ മഫർ. സൂറത്ത് ഖിയാമയിലെ 15-ാമത്തെ വചനമാണ്. എവിടെയാണ് ഞങ്ങൾ ഓടി രക്ഷപ്പെടുക? ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ. ഭൂമി ഒരു വിറപ്പിക്കും, ഒരു പൊടിപ്പിക്കുന്നതാണ്. ഫാക്ടറിയിലിട്ട് പൊടിക്കുന്ന പോലെ, അരിമണികൾ പൊടിക്കുന്ന പോലെ ഈ ഭൂമി ഒരു പൊടിക്കുന്നതാണ്. 56-ാം അധ്യായം ഇദാ വഖയത്തിൽ വാഖിയ 4-ാമത്തെ വചനമാണ്. 56-ാമത്തെ 3-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഉയരുകയും താഴുകയും ചെയ്ത് ഈ ഭൂമി അടിമേൽ മറിച്ച് കിളച്ചു മറിക്കുന്നതാണ് മനുഷ്യരെ എന്ന് അല്ലാഹു പറയുകയാണ്. വഹുമിലത്തിൽ അർളു വൽ ജിബാലു നോക്കൂ ഫദുക്കത്താ ദക്കത്തൻ വാഹിദ. ഭൂമിയും പർവ്വതങ്ങളും അടിയോടെ പിഴുതെടുത്ത് ഒരൊറ്റ കൂട്ടിയിടിക്കൽ ഇടിപ്പിക്കുന്നതാണ്. ആകാശവും ഭൂമിയും പർവ്വതങ്ങളും ഒരൊറ്റ പൊക്കിയെടുക്കലെടുത്ത് അടിച്ചു നിരത്തുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 69-ാം അധ്യായം അൽഹാഖത്തു മൽഹാഖ 14-ാമത്തെ വചനത്തിൽ പറയുകയാണ്. വഖറജത്തിൽ അർളു അസ്കാലഹാ. ഭൂമി അതിന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കളയുന്ന ദിവസം. 99-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. എന്നിട്ടോ വഖാലൽ ഇൻസാനു മാലഹാ. ഭൂമിക്ക് എന്തു പറ്റിയെന്ന് മനുഷ്യർ പറയുന്ന ദിവസം. 99-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. അങ്ങനെയൊക്കെ ആയിത്തീരുന്ന ദിവസം, പർവ്വതങ്ങൾ പാറി നടക്കുന്ന ദിവസം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വതസീറുൽ ജിബാലു സൈറാ. പർവ്വതങ്ങൾ നിങ്ങൾ ആലോചിക്കുക. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വൈദൽ ജിബാലു സുയ്യിറത്. പർവ്വതങ്ങൾ സ്ഥാനം വിട്ട് ചലിപ്പിക്കപ്പെടുന്ന ദിവസം. പർവ്വതങ്ങൾ കടഞ്ഞിട്ട ആട്ടിൻ രോമങ്ങളെ പോലെ ആയിത്തീരുന്ന ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 10-11 വചനങ്ങളിൽ പറയുകയാണ്, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തുമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. ഹാദാ ഖൽഖുല്ലാഹ് ഫാറൂനി മാദാ ഖലഖൽ ലദീന മിൻ ദൂനി.
ഇതൊക്കെ അള്ളാന്റെ സൃഷ്ടിയാണ്. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടു നിർത്തി പർവ്വതങ്ങൾ നിങ്ങളെ ഇളകാതിരിക്കാൻ, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കുകയും ചെയ്തിരിക്കുന്നു. ആ പർവ്വതങ്ങൾ കൂട്ടിയിടിക്കപ്പെടുമെന്ന് 81-ാം അധ്യായം 3-ാമത്തെ വചനത്തിലും 52-ാം അധ്യായം 15-ാമത്തെ വചനത്തിലും 56-ാം അധ്യായം 5-ാമത്തെ വചനത്തിലും 73-ാം അധ്യായം 14-ാമത്തെ വചനത്തിലും വഖാനത്തിൽ ജിബാലു കസീബം മഹീല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, പർവ്വതങ്ങൾ നിലംവിട്ട് മേഘത്തെ പോലെ പറക്കുന്ന ദിവസം, മേഘത്തെ പോലെ പറന്നു പോകുന്ന ദിവസം, കടഞ്ഞ ആട്ടിന്റെ ഒമത്തെ പോലെ ആയിത്തീരുന്ന ദിവസം, അപ്പൂപ്പൻ താടിയെ പോലെ പർവ്വതങ്ങൾ പാറി നടക്കുന്ന ദിവസം. വകാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതങ്ങനെ ഏറെക്കുറെ പാറി നടക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. വകാനത്ത് ശറാബ 78-ാം അധ്യായം 20-ാമത്തെ വചനമാണ്. അതൊരു കാനൽ സമാനമായി തീരുന്നതാണ്. അങ്ങനെ പർവ്വതങ്ങൾ സ്ഥാനം വിട്ട് സഞ്ചരിക്കപ്പെടുന്ന ദിവസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇദസ്സമാഉൻ തതറത് വഇദൽ കവാകിബുൻ തസറത് വഇദൽ ബിഹാറു ഫുജിറത് വഇദൽ ഖുബൂർ ബുഅ്സിറത് ഇദസ്സമാഉൻ തതറത്. ആകാശം പൊട്ടിപ്പിളരുക തന്നെ ചെയ്യും. ആകാശം നിങ്ങൾ നോക്ക്, സൂറത്ത് മുൽക്കിലൂടെ അല്ലാഹു പറഞ്ഞതെന്താ? ആകാശത്തിനൊരു വിടവുകൾ നിങ്ങൾ കാണുന്നില്ല, അത് കാണാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ആ ആകാശം പൊട്ടിപ്പിളരുന്നതാണ്, അത് വിണ്ടുകീറുന്നതാണ്, അത് കൊഴിഞ്ഞു വീഴുന്നതാണ്, നക്ഷത്രങ്ങൾ നെട്ടിച്ചു വീഴുന്നതാണ്, കബറുകൾ ഇളക്കി മറിക്കപ്പെടുന്നതാണ്. വൈദൽ ബിഹാറു സുജ്ജിറത് വൈദൽ ബിഹാറു സുജ്ജിറത്. കടല് കത്തിക്കപ്പെടുന്നതാണ്, കടല് കത്തിക്കപ്പെടും. അങ്ങനെ ജയ്പൂരിൽ ആളുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. കടലിൽ വലിയ തിരമാലകൾ ആർത്തിരമ്പി വന്നപ്പോ ആ തിരയുടെ മേലേ ഭാഗം കത്തുന്നതായിട്ട്. കാരണം എന്താ? ഇത് H2O ആണ്. വെള്ളം എന്ന് പറയുന്നത് H2O ആണ്. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നതാണ്. ഹൈഡ്രജന്റെ പൊതുവേ ഉള്ള ഗുണം സ്വയം കത്തുക എന്നതാണ്. ഓക്സിജന്റെ ഗുണം കത്താൻ സഹായിക്കുക എന്നതാണ്. അപ്പൊ സ്വയം കത്തുന്ന ഹൈഡ്രജനിലേക്ക് കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ വന്നാൽ ഒരു സ്ഫോടനം ഉണ്ടാകുക. പക്ഷെ അത് H2O ആകുമ്പോൾ വെള്ളാവും. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും. ഇനി 2 ഹൈഡ്രജൻ 2 ഓക്സിജൻ ആയാലോ അത് അഗ്നിയായി മാറും. അതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കടലിൽ കത്തിക്കപ്പെടുന്ന പറയും. അപ്പൊ അന്ന് പർവ്വതങ്ങൾ പാറി നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനവധി വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതെ, എന്നിട്ട് അല്ലാഹു പറഞ്ഞു ആകാശത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ആകാശത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഭൂമിയുടെ അവസ്ഥ ഇത്, കടലിന്റെ അവസ്ഥ ഇത്, മനുഷ്യരുടെ അവസ്ഥ ഇത്. ഈയാമ്പാറ്റകളെ പോലെ പാറി നടക്കുന്ന ഒരവസ്ഥ, മത്തന്മാരെ പോലെ മനുഷ്യർ ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരവസ്ഥ. പർവ്വതങ്ങളോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദശംസു ഖുവിറത്, കൂട്ടത്തിൽ ചന്ദ്രനും പ്രകാശമറ്റ് പോകുന്നതാണ്. നോക്കൂ, നിങ്ങൾക്കറിയാമല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഫഖസഫൽ ഖമർ, ചന്ദ്രനും കെട്ടടങ്ങിപ്പോകും. അതാണ് അന്ന് എല്ലാം തന്നെ വജ്മിയ ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒന്ന് ചേരും. വൈദൻ നുജൂമുൻ കദറത് 81-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയുകയാണ് വൈദൻ നുജൂമു തുമിസത്. 79-ാം അധ്യായം 8-ാമത്തെ വചനമാണ്. യൗമ, നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല 52-ാമത്തെ വചനത്തിലും 9-ാമത്തെ വചനത്തിലും പറയുന്നത് ആകാശം വിണ്ടുകേറി, നക്ഷത്രങ്ങളൊക്കെ നശിച്ചുപോയി, നക്ഷത്രങ്ങൾ നെട്ടിട്ട് വീണ് അങ്ങനെ ഭയാനകരമായ അവസ്ഥയായിരിക്കും. എന്നിട്ടൊരു പിൻ ഡ്രോപ്പ് സൈലൻസിലേക്ക് ലോകത്തെ കൊണ്ടുവരും. എന്നൊരു നേർത്ത ശബ്ദം, ഇതെല്ലാം തകർന്ന് തരിപ്പണമായതിനു ശേഷം ഒരു നേർത്ത ശബ്ദമാണ് അവർ കേൾക്കുക. ആ നേർത്ത ശബ്ദത്തിൽ അവർ കാതുകളിൽ നിന്ന് കേൾക്കുന്ന അവരുടെ ശ്വാസത്തിന്റെ ഒരു നേർത്ത ശബ്ദം അന്ന് മനുഷ്യരൊക്കെ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നതാണ്. പടച്ചതമ്പുരാൻ ആ കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇത് നോക്കുക, അതിനത്തിൽ റബ്ബിഹാ വഹുക്കത് വൈദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ നോക്കൂ, ആകാശം പിളരുമ്പോൾ അതെന്തിന് രക്ഷിതാവിന് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ അങ്ങനെ അത് കീഴ്പ്പെടാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി നീട്ടപ്പെടുമ്പോൾ, ഭൂമി അതിന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കളയുമ്പോൾ, അതുപോലെ തന്നെ ഭൂമി കാലിയായി തീരുമ്പോ അങ്ങനെയൊക്കെയുള്ളൊരു ദിവസം വരാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. സൂറത്ത് ഇൻഷിഖാഖിലൂടെ പടച്ചതമ്പുരാൻ ഈ കാര്യം വ്യക്തമായി ഇദശംസു ഖുവിറത് വൈദൻ നുജൂമുൻ കദറത് വൈദൽ ജിബാലു സുയിറത് വൈദൽ ഇശാറു ഉത്തിലത്
എത്ര സ്ഥലങ്ങളിലാണ് താഴെ ഭാഗത്ത് അമ്മയത്തസാഅലൂൻ മുതൽ താഴോട്ടുള്ള സൂക്തങ്ങളിലൂടെ അല്ലാഹു ഇക്കാര്യം പറയുകയാണ്. സൂര്യൻ ചുറ്റിപ്പതിയപ്പെടുമ്പോൾ, നക്ഷത്രങ്ങൾ ഉയർന്നു വീഴുമ്പോൾ, പർവ്വതങ്ങൾ സഞ്ചരിക്കപ്പെടുമ്പോൾ, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ, അതായത് അറബ് ജനതയ്ക്ക് പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ വലിയ കാറൊക്കെ പോലെ, BMW ഒക്കെ പോലെ അങ്ങനെയായിരുന്നു അവരതിനെ കണ്ടിരുന്നത്. അതിനെയൊക്കെ മനുഷ്യർ അവഗണിച്ചു പോകുന്ന ഒരു ദിവസം വരാനിരിക്കുന്ന മനുഷ്യരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട് അവിടെ, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യരെ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, ഔദാര്യവാനായ നിന്റെ നാഥന്റെ കാര്യത്തിൽ നിന്നെ മറപ്പിച്ചു കളഞ്ഞ ഘടകം എന്താണ്? ഔദാര്യവാനായ നിന്റെ നാഥൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, അള്ളാഹുവിന്റെ കരുണയുടെ നേലിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഒരു അറ്റാക്ക് വന്നാൽ അവസാനിക്കാൻ എത്ര മരണങ്ങളാണ് ദിനേന എന്നോണം പത്രങ്ങൾ നമ്മൾ വായിക്കുന്നത്. അനന്തമായ ഒരു യാത്ര പോകാനില്ലേ, പള്ളിക്കാട്ടിലേക്കുള്ളൊരു യാത്ര, ഭാര്യയെ പിരിഞ്ഞ്, മക്കളെ പിരിഞ്ഞ്, കുടുംബങ്ങളെ പിരിഞ്ഞ് അനന്തമായ ഒരു യാത്ര, പള്ളിക്കാട്ടിലേക്കുള്ള യാത്ര പോകാൻ, അതൊക്കെ ഓർമ്മപ്പെടുത്താൻ അള്ളാഹു ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ വരാനുണ്ട്. അതിനിടയിലായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ശരിക്ക് ചിട്ടപ്പെടുത്തണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഈ ഭൂമിയല്ലാത്ത മറ്റൊന്നായി അല്ലാഹു, അതുപോലെ ആകാശങ്ങളും മാറ്റപ്പെടുകയും ഏകനും സർവാധികാരിയുമായ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ്? നിങ്ങൾ രാജാതിരാജനായ പടച്ചതമ്പുരാന്റെ സ്വച്ഛാധിപതിയായ വാഹിദുൽ ഖഹാറായ ഏകനായ പടച്ചതമ്പുരാന്റെ മുമ്പിൽ നിങ്ങളൊക്കെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സൂറത്തുർ റഹ്മാൻ 55 അധ്യായം 26-27 വചനങ്ങളാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കും, എല്ലാം തകരും, എല്ലാ ബിൽഡിങ്ങുകളും തകരും. എത്ര നമ്മുടെ കൊച്ചി നഗരത്തിലൊക്കെ തല ഉയർത്തി നിൽക്കുന്ന എത്ര ബിൽഡിങ്ങുകൾ, ന്യൂയോർക്ക് പട്ടണങ്ങളിൽ, അബുദാബിയിൽ, അതുപോലെ തന്നെ UAE ഒക്കെ എത്രയെത്ര ബിൽഡിങ്ങുകൾ, വലിയ വലിയ 140, 130, 150 നിലയുള്ള കെട്ടിടങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങൾ, അതെല്ലാം തകർന്നു പോകും. എന്നിട്ട് ഔദാര്യവാനായ പടച്ചതമ്പുരാന്റെ അസ്തിത്വം മാത്രം അവശേഷിക്കുന്ന ഒരു ദിവസം, ആ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ എന്നാണ് അല്ലാഹുവിന്റെ ചോദ്യം. അതാണ് ആ പട്ടണക്കാരായ ആളുകൾ ഭയപ്പെടുന്നില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷകൾ വരും, ഒരു സുനാമി, ഒരു ഭൂകമ്പം, അതൊക്കെ നമുക്കും വന്നുപെടാം എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അതിനിടയിലായി നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അല്ലാഹുവിലേക്ക് പുറപ്പെട്ടു വരുന്ന ഒരു ദിവസം, അല്ലാഹുവിങ്കലേക്ക് അവരെല്ലാം പുറപ്പെട്ടു വരികയും ചെയ്യുന്ന ഒരു ദിവസം, അതാണ്. ആ ദിവസത്തെ അവർ ഭയപ്പെടണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മളോട്. അപ്പൊ ആ ഒരു ദിവസം നിങ്ങളിലേക്ക് വരാനുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ, ആ ഒരു ദിവസത്തെ നിങ്ങൾ ഗൗരവമായി കാണണേ എന്ന് പടച്ചതമ്പുരാൻ നമ്മളെ പഠിപ്പിക്കും. അപ്പൊ ലോകം തകരുമെന്നും, ആകാശം തകരുമെന്നും, ഭൂമി തകരുമെന്നും, ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കി മാറ്റുമെന്നും, പിന്നീടൊരു വിശാലമായ മൈതാനത്ത് മനുഷ്യരെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും പറയുന്നിടത്ത് പലപ്പോഴും നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് ആദ്യം നോക്കുമ്പോൾ കാണാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണെന്നാണ് ഹദീസ് പറയുന്നത്. ലോകം ഇങ്ങനെ തകർന്ന് തരിപ്പണമായി രണ്ടാമത്തെ കാഹളത്തിൽ ഊതു വരുമ്പോ ആദ്യമായി എഴുന്നേൽക്കുന്ന വ്യക്തി പ്രവാചകനാണെന്നും, ആ പ്രവാചകൻ എഴുന്നേൽക്കുമെന്ന് തന്നെ കാണുന്നത് മൂസാ നബിയാണെന്നും, അപ്പോൾ ഇവർ രണ്ടിൽ ആരാണ് ആദ്യം ഉയർത്തെഴുന്നേറ്റത് എന്നും പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. പക്ഷേ ഏറ്റവും കൃത്യമായ തെളിവുകൾ ഒന്നാമതായി അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വ്യക്തി റസൂലാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നാലും റസൂൽ ഉയർത്തെഴുന്നേൽക്കുമ്പോ മൂസാ നബി അദ്ദേഹം കാണുന്നതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആ രംഗം വിശദീകരിക്കപ്പെടുന്നുണ്ട്. സഹോദരങ്ങളെ, അപ്പൊ അങ്ങനെ ലോകം അവസാനിക്കുകയും ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആയി, എന്നിട്ടൊരു മൂളക്കം മാത്രം കേൾക്കുകയും മനുഷ്യർ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയും മനുഷ്യരെല്ലാം അവന്റെ രക്ഷിത ഒരു നാട്ടക്കുറിയിലേക്ക് ഓടുന്നത് പോലെ മനുഷ്യർ ഓടിപ്പോവുകയും ചെയ്യുന്ന ഒരു ദിവസം, അതാണ് യൗമുൽ ബഅസ്, ഖിയാമത്ത് നാൾ എന്ന് പറയുന്ന ദിവസം. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മനുഷ്യർ ചോദിക്കുന്ന കാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ
വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ. ആദം നബി മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും ഒരേ അനുഭവം, എല്ലാവർക്കും ഒരേ അനുഭവം. 50,000 കൊല്ലം കബറിൽ കിടന്ന ഒരാളും അറിയുന്നില്ല 50,000 കൊല്ലം ഞാൻ കബറിൽ കിടന്നു എന്ന്. എല്ലാവർക്കും ഒരേ അനുഭവം. ഒരു പ്രഭാതം പോലെ, ഒരു പ്രദോഷം പോലെ എല്ലാവർക്കും ഒരേ അനുഭവമാണ് അവിടെ അനുഭവപ്പെടുക. ഖാലൂ യാ വൈലനാ മംബാസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. മനുഷ്യരിങ്ങനെ എഴുന്നേറ്റ് ചോദിക്കും, ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ. മരിക്കുന്ന ഏതൊരു വ്യക്തിയുടെ അനുഭവം അങ്ങനെയാണ്. മരിച്ചു എന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല. ഒരു ഉറക്കം പോലെ, നിങ്ങളിന്ന് ഉറങ്ങാൻ പോകുന്ന പോലെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമൂത് ഫീ മനാമിഹാ. സൂറത്ത് സുമറിൽ അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോ നിങ്ങളുടെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുന്നതാണ്. ചില ആളുകൾ ഉറക്കത്തിൽ മരിച്ചു പോകും. ആ ആത്മാവിന് അല്ലാഹു വിട്ടുകൊടുക്കില്ല. അങ്ങനെ അവരെ പിടിക്കപ്പെടുന്നതാണ്. ചില ആളുകളുടെ ആത്മാവ് ഒരു കൂജയിൽ നിന്ന് വെള്ളമൊലിക്കുന്ന പോലെ, ഒരു വെള്ളപാത്രത്തിൽ നിന്ന് വെള്ളമൊഴുകുന്ന പോലെ ആത്മാവിനെ വിട്ടുകൊടുക്കുന്ന ആളുകൾ, സ്വാത്വികരായ ആളുകൾ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മരണം വരാനുണ്ട്, ഒരു ഖിയാമത്ത് നാളുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, വിചാരണയുണ്ട്. ഒരു നാട്ടുകുറിയിലേക്ക് ഓടിപ്പോകുന്ന പോലെ മനുഷ്യരൊക്കെ ഓടിപ്പോകുന്ന ദിവസമാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്കാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാരഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ യൗമഇദിൻ യസ്ദുറുൻ നാസു അസ്താതൻ ലിയുറൗ അമാലഹും فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى. അന്ന് മനുഷ്യന്റെ അമലുകൾ കാണിക്കപ്പെടുന്നതിന് വേണ്ടി രക്ഷിതാവിലേക്ക് കൂട്ടം കൂട്ടമായവർ ഓടിപ്പോകുന്ന ദിവസം. ആയിഷ ബീവി ചോദിച്ചു, നബിയേ, അവർ പരസ്പരം കാണുകയില്ലേ? നഗ്നപാതരായിട്ട്, ചെരുപ്പ് ധരിക്കാത്തവരായിട്ട്, ചേലാകർമ്മം ചെയ്യാത്തവരായിട്ട് ലോകത്തുള്ള ജൂതന്മാരും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളിൽ നല്ലൊരു ശതമാനം ആളുകളും ചേലാകർമ്മം ചെയ്തവരായിട്ടാണ് ഈ ഭൂമിയിൽ അവർ ജീവിക്കുന്നത്. ഈ മണ്ണിന്റെ ഭാഗമായി തീർന്നാൽ പിന്നെ അജബുദ്ദനബ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മനുഷ്യന്റെ വാരിയല്ലുകളിൽ ഒരിക്കലും നശിക്കാതെ കിടക്കുന്ന ഒരു ഏകകോശം അത് അജബുദ്ദനബാണ്. അത് മണ്ണിന്റെ ഭാഗമാണ്. വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ. ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഒരു മുളപ്പിച്ചില്ലയോ? വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ. ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഒരു മുളപ്പിച്ചില്ലയോ? വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിലാണ്, 71-ാം അധ്യായമാണ്. 13, 14, 15 വചനങ്ങളാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. ഈ മണ്ണിന്റെ ഭാഗമായിരുന്നു. മണ്ണിലേക്ക് തന്നെയാണ് നിങ്ങൾ. ആ മണ്ണിൽ നിന്ന് തന്നെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അജബുദ്ദനബ് ഒരിക്കലും നശിക്കില്ല. എത്ര നൂറ്റാണ്ട് മണ്ണിൽ കിടന്നാലും ഒരു മഴ പെയ്യുമെന്ന് റസൂല് പറയുന്നു. കാഹളത്തിൽ ഊതപ്പെട്ട് ലോകം മുഴുവനും നശിച്ചതിന് ശേഷം രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഒരു ചാറൽ മഴ പെയ്യുന്നതാണ്. ഇമാം ബുഖാരി പറയുകയാണ്, ആ മഴ പെയ്യുമ്പോ കദാലികൽ ഖുറൂജ്, അങ്ങനെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും. ആ ദിവസം ഒരു ചാറൽ മഴ പെയ്തിട്ട് അത് കദാലികൽ ഖുറൂജ് ബൽദതൻ മൈതൻ കദാലികൽ ഖുറൂജ്. ഒരു മഴ പെയ്തിട്ട് ഉണങ്ങിക്കിടക്കുന്ന ഭൂമി എഴുന്നേറ്റ് വരുന്ന പോലെ, അവിടെ സസ്യങ്ങൾ മുളയ്ക്കുന്ന പോലെ, ആ സസ്യം മുളയ്ക്കുന്ന പോലെ കദാലികൽ ഖുറൂജ് നിങ്ങളും ഉയർത്തെഴുന്നേറ്റ് വരും മനുഷ്യരെ. അപ്പൊ ഒരു വിളിയാളമുണ്ടാകും. മനുഷ്യരൊക്കെ ആദം നബി മുതൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് വരും. ഹിറ്റ്ലറുണ്ട്, മുസോളിനിയുണ്ട്, ഡെമോസ്തനീസ് ഉണ്ട്, അലക്സാണ്ടർ ഉണ്ട്, നെപ്പോളിയൻ ബോണോപാർട്ടുണ്ട്, യൂറോപ്പിന്റെ പടിവാതിക്കൽ വെട്ടിപ്പിടിച്ച സ്വച്ഛാധിപതികൾ, നെതന്യാഹു, ഏരിയൽ ഷാരോൺ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലോകത്ത് വന്നുപോയ എല്ലാ മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കും. ആ അജബുദ്ദനബിൽ
നിന്ന് കദാലിക്കൽ ഖുറൂജ്, അങ്ങനെ അവർ എഴുന്നേറ്റ് വരും. എന്നിട്ട് അവർ ഒരു നാട്ടുകുറിയിലേക്ക് ഓടുന്ന പോലെ ഓടുമെന്ന് പറയുന്നു അല്ലാഹു സൂറത്ത് യാസീനിലെ 52-ാമത്തെ വചനത്തിൽ. എന്നിട്ടോ ലാ യതകല്ലമൂൻ എന്ന് മിണ്ടുകയില്ല, ഒരാൾക്കും സ്വച്ഛാധിപത്യമില്ല, ഒരാളും സംസാരിക്കുകയില്ല. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദന ലഹുർ റഹ്മാൻ വഖാല സവാബാ. അന്ന് അല്ലാഹ് അനുമതി നൽകിയവരും സത്യം പറഞ്ഞവരുമല്ലാതെ അന്നൊരാൾ മിണ്ടുകയില്ല. ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്വാഗീന മാബാ ലാബിസീന ഫീഹാ അഹ്കാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വസാകാ ജസാഅൻ വിഫാകാ. അന്നൊരു വിഭാഗം നരകത്തിലാണ്, ഒരു വിഭാഗം സ്വർഗത്തിലുമാണ്. വസീകല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ. നടക്ക് മനുഷ്യരെ, സംഘങ്ങളായി നടക്കൂ, നരകത്തിലേക്ക് നടക്കൂ, കൂട്ടമായി നരകത്തിലേക്ക് നടക്കൂ. ശിർക്ക് ചെയ്തു പോയവർ, ബിദ്അത്ത് ചെയ്തവർ, അനാശാസ പ്രവണതകളിൽ ഏർപ്പെട്ടവർ, അവരൊക്കെ നടക്കൂ നടക്കൂ എന്ന് പറഞ്ഞ് വസീകല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ. 39-ാം അധ്യായം 71-ാമത്തെ വചനമാണ്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ലിയാ. എല്ലാവരും ആ നരകത്തിന്റെ വക്കിൽ വരും. നിങ്ങളിൽ ഒരാളും തന്നെ ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല. ഖുർആനിലെ 19-ാം അധ്യായം 71-ാമത്തെ വചനമാണ്. അങ്ങനെ കുറ്റവാളികളെയും താന്തോന്നികളെയും സദ്വൃത്തരായ ആളുകളെയും മാറ്റി നിർത്തുന്ന ഒരു ലോകം വരാനുണ്ട്. ആ ലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താനാ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം. വേദനാജനകമായ ഒരു ദിവസം വരാനുണ്ട്, ഒരു ദിവസം വരാനുണ്ട്, ഭയാനകരമായ ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് മദ്യപിക്കല്ലേ, വ്യഭിചരിക്കല്ലേ, കള്ളുകുടിക്കല്ലേ, പലിശ വാങ്ങല്ലേ, താന്തോന്നിയായി ജീവിക്കല്ലേ. നിന്റെ നാവ് നല്ലതിനു വേണ്ടി ചലിപ്പിച്ചോ, നിന്റെ മനസ്സും നല്ലതിനു വേണ്ടി ചലിപ്പിച്ചോ, നിന്റെ യൗവനവും നല്ലതിനു വേണ്ടി ചലിപ്പിച്ചോ. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിർ സബീൽ. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ എന്നും ഇവിടെ ശാശ്വതമായി ജീവിക്കും എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇന്നലെ ബാപ്പാനോട് സമ്മതം ചോദിച്ച് യാത്ര തിരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. നാളെ കണ്ടുമുട്ടുമെന്ന് പറയാൻ കഴിയില്ല. ബാപ്പ സ്വീകരിക്കുന്നത് മയ്യത്താവാം, അല്ലെങ്കിൽ ചീഞ്ഞനാറിയ ശവമഞ്ചമാകാം, അല്ലെങ്കിൽ ഡെഡ് ബോഡിയാവാം, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത കേവലം നഷ്ടപ്പെട്ടു പോയ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലെ അവയവങ്ങളാവാം. ഒരാൾക്കും ഇത് പറയാനാവില്ല. നമ്മൾ അശക്തരാണ്. ഖുലിഖൽ ഇൻസാനു ലഈഫാ. മനുഷ്യരെത്ര ദുർബലരാണ്. അതുകൊണ്ട് മനുഷ്യരെ, ഈ ശരീരമുണ്ടല്ലോ, ഈ കാണുന്ന ശരീരം, ഇതല്ല കേട്ടോ ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിനെ ശുദ്ധീകരിച്ചവർ അവർ വിജയിച്ചിരിക്കുന്നു. ആ ആത്മാവിനെ മലീമസപ്പെടുത്തിയവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ലോകം അവസാനിച്ചാലും ഇന്ന് ഖിയാമത്തുണ്ടായാലും നമുക്ക് പറയാൻ കഴിയണം. മലക്കുകൾ നമ്മളോട് പറയണം, യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ, നിങ്ങൾ മടങ്ങിക്കോളൂ, അല്ലാഹുവിലേക്ക് മടങ്ങിക്കോളൂ. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബുദ്ദാർ. വിശുദ്ധ ഖുർആൻ സൂറത്ത് റഅദിൽ 13-ാം അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, വന്നോളൂ വന്നോളൂ, അല്ലാഹുവിന്റെ രക്ഷ, അലൈക്കും ബിമാ സബർതും, ഭൂമിയിൽ നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട്, ഫനിഅമ ഉഖ്ബുദ്ദാർ, നിയമത്തിന്റെ ഭവനമായ സ്വർഗം നിങ്ങൾക്കുള്ളതാണ്. ഈ മട്ടാഞ്ചേരിയിലെ മാടിയക്കലോടി പോറിയത്തിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ജീവിതം ഇനിയും ശുദ്ധീകരിക്കാൻ ആരെ കാത്തു നിൽക്കുന്നു? ഫാമിനു മക്റല്ലാഹ് ഫലാ യാമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അല്ലാഹുവിന്റെ തന്ത്രമുണ്ടല്ലോ, അത് വരാനിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യരെ, വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ.
വിശുദ്ധ ഖുർആൻ 91-ാം അധ്യായം സൂറത്ത് ശംസിലൂടെ 7 മുതൽ 10 വരെയുള്ള വചനങ്ങളിലൂടെ വിശദീകരിക്കുകയാണ്. ആരാത്മാവിനെ ശുദ്ധീകരിച്ചുവോ അവർ വിജയിച്ചിരിക്കുന്നു, ആരാത്മാവിനെ മലീമസപ്പെടുത്തിയോ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ പ്രത്യേകതയല്ല, ഇട്ടിരിക്കുന്ന കോട്ടിന്റെ പ്രത്യേകതയല്ല, ശരീരത്തിന്റെ ആകാര ഭംഗിയല്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സുണ്ടല്ലോ, ആ ഹൃദയമുണ്ടല്ലോ, അതിന്റെ ശുദ്ധീകരണമാണ്. അസൂയ ഉണ്ടോ, പകയുണ്ടോ, വിദ്വേഷമുണ്ടോ, ആളുകളോട് അടങ്ങാത്ത പകയുണ്ടോ, എങ്കിൽ നിനക്ക് സ്വർഗമില്ല, നിനക്ക് നരകമാണ്. നിന്റെ മനസ്സ് കേടുവന്നോ, അതിനെ നന്നാക്കിക്കോ. കല്ല, അങ്ങനെ വേണ്ട മനുഷ്യരെ. ബൽറാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. 83-ാം അധ്യായമാണ് 14-ാമത്തെ വചനമാണ്. കല്ല, അങ്ങനെ വേണ്ട മനുഷ്യരെ. ബൽറാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അങ്ങനെ വേണ്ട മനുഷ്യരെ, നിങ്ങളുടെ ഹൃദയം പാവക്കറകൾ ചെയ്തിട്ട് ഹൃദയം മലീമസമായി. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമൈദിൻ ലമഹ്ജൂബൂൻ. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹനെ കണ്ടുമുട്ടാൻ കഴിയില്ല. അവർക്കിടയിൽ ഷട്ടറിടപ്പെടും, അല്ലാഹനെ അവർ കാണില്ല. ബിദ്അത്ത് ചെയ്ത ആളുകളോ, അവര് ഹൗലുൽ കൗസറിന്റെ നേരെ വരും, റസൂൽ അവരെ മാടി വിളിക്കും, അവർക്കിടയിലും ഷട്ടറിടപ്പെടും, വിളിച്ചു പറയപ്പെടും, നബിയെ അങ്ങയുടെ മരണശേഷം എന്തൊക്കെ അവർ ദീനിൽ കടത്തിക്കൂട്ടി, എന്തൊക്കെ ബിദ്അത്തുകൾ അവർ ചെയ്തു, എന്തൊക്കെ താനോദിത്വം ചെയ്തു. അതുകൊണ്ട് നബിയെ, അവർ ബിദീകളാണ്, ബിദ്അത്ത് ചെയ്തവരാണ്. അവരോട് വിളിച്ചു പറയപ്പെടും, സുഹ്ഖൻ സുഹ്ഖാ, നിങ്ങൾ പോയിക്കോ, വിദൂരത്തേക്ക് വിദൂരത്തേക്ക് മാറി മാറിപ്പോയിക്കോ. അവർക്ക് സ്വർഗമില്ല, അവർക്ക് നരകമാണ്, അവർ നരകത്തിൽ ആപതിക്കുന്നതാണ്. ഖുദൂഹു, അവരെ പിടിക്ക്, ഹുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ, പിടിക്കടോ അവരെ, പിടിച്ച് നരകത്തിലേക്കറി, അവരെ ചങ്ങലകളിൽ ബന്ധിപ്പിക്ക്. അൽഹാഖത്തുൽ അൽഹാഖ 34 മുതലുള്ള വചനമാണ്. അങ്ങനെ പിടിച്ചിട്ട് നരകത്തിലേക്കെറിയുന്ന ദുഷ്ടാത്മാക്കളുടെ കൂട്ടത്തിലല്ല, മറിച്ച് നല്ല ആത്മാക്കളുടെ കൂട്ടത്തിൽപ്പെടാൻ ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് ജീവിതത്തെ ശുദ്ധീകരിക്കാൻ ഞാൻ പറഞ്ഞു വന്നത്. ഹ്രസ്വമായ ഒരു കാലയളവ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നമ്മൾ ആലോചിച്ചു നോക്ക്. നമ്മുടെ ജീവിതം, ഓരോരുത്തരുടെ ജീവിതം, ഓരോരുത്തരും എല്ലാവരും ഓരോ കസേരയിലിരിക്കും. ഓരോരുത്തരും ആലോചിക്കുക, എന്റെ ജീവിതം എന്തായിരിക്കും ഇന്ന് ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ, നാളെ ഈ ലോകം തകർന്നാൽ എന്തായിരിക്കും നമ്മുടെ ജീവിതം? അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ എങ്ങനെ ചെല്ലും? പടച്ചവനെ നമ്മൾ എങ്ങനെ കണ്ടുമുട്ടും? വലത് കൈയിലാണോ ഗ്രന്ഥം നൽകപ്പെടുക? ഇടത് കൈയിലാണോ ഗ്രന്ഥം നൽകപ്പെടുക? നരകം ഒരു യാഥാർത്ഥ്യം എന്ന വിഷയം ഇതേ ഓഡിറ്റോറിയത്തിൽ മുമ്പ് അവതരിപ്പിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നരകം ഒരു യാഥാർത്ഥ്യമല്ലേ? ഈ സദസ്സും ഈ പ്രസംഗവും ഇതെല്ലാം എത്ര യാഥാർത്ഥ്യമാണോ അതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമല്ലേ നരകവും സ്വർഗവും? മനുഷ്യരെ, നിങ്ങൾ എന്ത് കരുതി? ഒന്നുമില്ലായ്മയിൽ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥൻ, ആ നാഥനാണ് പറയുന്നത്, നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതെ, നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഈ ലോകത്തിന് അന്തിമമായ ഒരു നാശമുണ്ട്. ഈ ലോകം ആ നാശത്തെ അതിജയിക്കില്ല എന്നല്ലേ ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുന്നതല്ലേ? ലോകത്തിന്റെ തുടക്കവും ലോകത്തിന്റെ ഒടുക്കവും എന്നതിലൂടെ ഈ ലോകത്തിന്റെ നാശം ശാസ്ത്രകാരന്മാർ പോലും അംഗീകരിച്ച ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ നമ്മുടെ വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടും. കാലോ അന്നവർ പറയും, യാ വൈലത്തനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു കിതാബാണ് ഈ കിതാബ്! എല്ലാ ചെറിയ കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. ലോകത്തിന്റെ എല്ലാ കോണുകളിലും ചെയ്തു പോയത് ഒരു ചെറിയ കാര്യം, ഒരു വലിയ കാര്യം ഒന്നും മായ്ഞ്ഞു പോവില്ല, എല്ലാം റെക്കോർഡാണ്. ഖുർആനിന്റെ 18-ാം അധ്യായം 49-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, എല്ലാം റെക്കോർഡാക്കി വെച്ചിരിക്കുകയാണ് പടച്ച തമ്പുരാൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ കൈകളിൽ കിതാബ് കിട്ടുമ്പോ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ എന്തായിരിക്കും പറയാ? യാ വൈലത്തനാ മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ് പടച്ചോനെ എന്നായിരിക്കും നമ്മൾ പറയാ. എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബാ. നിന്റെ കിതാബ് നീ തന്നെ വായിച്ചോ എന്ന് പറഞ്ഞ് കയ്യിൽ തരും. ഓരോ വിശ്വാസികളും ആലോചിക്കും, നമ്മുടെ കയ്യിൽ തരുന്ന നമ്മുടെ 30 കൊല്ലം, നമ്മുടെ 40 കൊല്ലം, നമ്മുടെ 50 കൊല്ലം
നമ്മുടെ 100 കൊല്ലം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത് എല്ലാം എന്തിനു വേണ്ടിയാ ചെലവഴിച്ചത്? ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഹൃദയം എത്രത്തോളം ശുദ്ധിയായിരുന്നു? ആലോചിക്കാൻ, ചിന്തിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 26-ാം അധ്യായം സൂറത്ത് ശുഅറ 88-89 വചനങ്ങളിൽ പറയുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഈ 2 ആയത്തുകളുടെ അർത്ഥം മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കൂ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, യൗമ ഒരു ദിവസം, ലാ യൻഫഉ പ്രയോജനം ചെയ്യില്ല, മാലും വലാ ബനൂൻ നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ സമ്പത്ത് അതൊന്നും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യപ്പെടുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റൊരു മനസ്സ് നിങ്ങൾക്കുണ്ടോ സഹോദരങ്ങളെ? ഇസ്ലാമിക ദഅവത്ത് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വിശ്വാസികളെ എല്ലാവരോടും പറയാൻ ഞാൻ, കുറ്റമറ്റൊരു മനസ്സുണ്ടോ? ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. ആരൊക്കെ പരാജയപ്പെടുത്തണം വിചാരിച്ചോ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് കുറ്റമറ്റ ഒരു മനസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ സാക്ഷ്യം നിർത്തിയിട്ട് പറഞ്ഞു, സഹാബികളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് പറഞ്ഞു, എന്ത്? വെടുപ്പും വൃത്തിയുമുള്ള ഒരു ഹൃദയം ഉണ്ടാകണം നിങ്ങൾക്ക്. സഹാബാക്കരാം ചോദിച്ചു, വെടുപ്പും വൃത്തിയുമുള്ള ഭവനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി, വെടുപ്പും വൃത്തിയുമുള്ള വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം, വസ്ത്രം എന്താണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം, പക്ഷെ വെടുപ്പും വൃത്തിയുമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസൂയയും വിദ്വേഷവും ഇല്ലാത്ത മനസ്സ്. അതുണ്ടോ? അസൂയയല്ലേ നമ്മുടെ ജീവിതത്തിന്റെ ആകെ രോഗം? അസൂയയാണ്. എന്തിനും അസൂയ, ഏത് കാര്യത്തിനും നമുക്ക് അസൂയ. ഒരു നല്ല നെഞ്ചകമുണ്ടോ നമുക്ക്? ആലോചിച്ചു നോക്കൂ. അങ്ങനെ ഒരു നല്ല നെഞ്ചകമുണ്ടാക്കാനാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുക്കുന്നത്. ആകാശവും ഭൂമിയും ഒക്കെ തകർന്ന് തരിപ്പണമായി ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കി മാറ്റി അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന തിന്മയുടെ തോതനുസരിച്ച് 7 വിഭാഗങ്ങൾക്ക് അർശിന്റെ തരം ലഭിക്കുന്ന ഒരു ലോകമില്ലേ? യൗമല്ലാ ളില്ലു ഇല്ലാ ളില്ലഹു, അല്ലേ? പടച്ചതമ്പുരാന്റെ പ്രകാശമല്ലാത്ത മറ്റൊരു പ്രകാശവും ലഭിക്കാത്ത ഒരു ലോകം. ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി എണ്ണി, അല്ലേ? റജുലുൻ, അതുപോലെ ഒരു മനുഷ്യൻ, ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളിയുമായി കൽബിനെ ബന്ധിപ്പിച്ചിട്ട ആളുകൾ. അതുപോലെ തന്നെ റജുലുൻ ലിറജുലാനി തഹാബാ ഫില്ലാഹ് ഇജ്തമാ അലൈഹി വതഫറഖ അലൈഹി, 2 ആളുകൾ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അല്ലാഹുവിന് വേണ്ടി പിണങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു ലോകം. ആ ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടുത്തെ കഷ്ടം, ഇവിടുത്തെ പ്രയാസം, ഇവിടുത്തെ ലാഭനഷ്ടങ്ങൾ ഇതൊന്നുമല്ല അടിസ്ഥാനപരമായി പരലോകത്തിന്റെ മാനദണ്ഡം സഹോദരങ്ങളെ. ആ പരലോകത്ത് അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ തുറന്നു വെക്കപ്പെട്ട അവസ്ഥയില് ഒരു കിതാബ് കയ്യിലേക്ക് തന്നിട്ട് പറയും, ഇഖ്റ, നീ തന്നെ വായിച്ചു. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. പടച്ചതമ്പുരാൻ ഒരു കിതാബ് നൽകിയിട്ട് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമെല്ലാം നാം ചിന്തിച്ചതും ആയതും മനസ്സിൽ കരുതിയതുമെല്ലാം രേഖപ്പെടുത്തിയൊരു കിതാബ് തരും. ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ ഈ കിതാബ് മതി, ഈ കിതാബിന്റെ അടിസ്ഥാനത്തിൽ നീ തന്നെ നിന്നെ വിചാരണ ചെയ്തോളൂ എന്ന് പറഞ്ഞ് 17-ാം അധ്യായം 13-14 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, അന്തിമമായി ലോകം നശിക്കുകയും ലോകം തകരുകയും ഖിയാമത്ത് നാളിൽ മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുകയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും സ്വർഗം കൊണ്ടുവരപ്പെടുകയും നരകം കൊണ്ടുവരപ്പെടുകയും നരകത്തിന്റെ കാവൽക്കാർ അതിനെ വഹിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഒരു ലോകമുണ്ട്. അന്ന് മനുഷ്യരോട് നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുന്ന രംഗം സൂറത്ത് മുൽക്കിലെ 8 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സഗീർ. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു വാചകമാണ്. അല്ല മനുഷ്യരെ, നിങ്ങൾ ശരിക്കും ആലോചിച്ചു നോക്ക്. നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ അവരോട് ചോദിക്കും, അല്ല നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ?
ഇങ്ങനെ ഒരു നരകമുണ്ട്, ഇങ്ങനെ ഒരു ജീവിതമുണ്ട്, അള്ളാഹു വിചാരണ ചെയ്യും, മഹ്ശറയുണ്ട്, അവിടെ മറുപടി പറയേണ്ടി വരും, അവിടെ ജീവിതത്തിന്റെ കണക്ക് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ബലാ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. അതെ, ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു. മട്ടാഞ്ചേരി, നമ്മുടെ കൊച്ചി, നമ്മുടെ പുതിയ പള്ളിയൊക്കെ നിലനിൽക്കുന്ന ഈ മേഖല എത്രയെത്ര പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടു, എത്രയെത്ര ആയത്തുകൾ പഠിച്ചു, എത്രയെത്ര ദീനീ സംരംഭങ്ങൾ അല്ലേ. മാലപ്പാട്ടുകളല്ല നമ്മൾ കേട്ടത്, ഒരു കവിയുടെ കവിതയല്ല നമ്മൾ കേട്ടത്, മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ അനവധി വചനങ്ങൾ, എത്രയോ അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി, എത്രയോ പ്രവാചക വചനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആലോചിക്കുക, മരണം നമ്മളോടൊപ്പമുണ്ട്. അഖ്സിറൂ, നിങ്ങൾ ധാരാളമായി ഓർക്കണം, സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണം നിങ്ങളെ പിടികൂടാനുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഏത് നിമിഷവും മരണം ഒരു ചെരുപ്പിന്റെ വാറിനെ പോലെ നിങ്ങളുടെ ജീവനാഡിയേക്കാളും എടുത്ത് നിങ്ങളുടെ കോളറ നിങ്ങളുടെ പെരടിയോട് എത്ര ചേർന്നിരിക്കുന്നുവോ അതിനേക്കാൾ മരണം നിങ്ങളോട് ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യരെ, യുവാക്കളെ, യുവതികളെ, സത്യജീവിതം ശുദ്ധീകരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. യകൂനു ഫീ ആഖിരി സമാൻ, ഖിയാമത്ത് നാളായിത്തീർ, ലോകം അവസാനിക്കുന്ന ഒരു ഘട്ടം വരും. ലാ തഖൂമു സ്സാഅ, പ്രവാചക തിരുമേനി പറഞ്ഞു ഖിയാമത്ത് നാൾ വരില്ല. മുസ്ലിം ഉമ്മത്ത് വിഗ്രഹാരാധന നടത്തുന്നതുവരെ ഖിയാമത്ത് നാൾ വരില്ല. ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ പൊടുന്നനെയുള്ള മരണങ്ങൾ, കൊലപാതകങ്ങൾ, ഞാൻ എന്തിനു വേണ്ടി അയാളെ കൊന്നു എന്ന് കൊന്നവനും ഞാൻ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് കൊല്ലപ്പെട്ടവനും അറിയാത്ത ഒരു കാലം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതെ, അതിന്റെ അടയാളങ്ങൾ വന്നു. വ്യഭിചാരം സാർവത്രികമാണ്, കൊലപാതകങ്ങൾ സാർവത്രികമാണ്, പിടിച്ചുപറികൾ സാർവത്രികമാണ്. ലോകരാജ്യങ്ങളിൽ കൊലപാതകത്തിന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലോകത്തിലെ ഏക രാജ്യം ഏതാണെന്നറിയുമോ? നാം ഉൾക്കൊള്ളുന്ന ഇന്ത്യ രാജ്യമാണ്. പാകിസ്ഥാന്റെ 3 ഇരട്ടി കൊലപാതകം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 32,000 ആളുകൾ ഒരു വർഷത്തിൽ കൊല്ലപ്പെടുന്ന രാജ്യം. പാകിസ്ഥാനിൽ 9,200 പേർ കൊല്ലപ്പെടുമ്പോൾ ഇന്ത്യയിൽ 32,000 പേർ കൊല്ലപ്പെടുന്ന ദാരുണമായ അവസ്ഥ. ഗർഭപാത്രം വിലക്ക് കൊടുക്കുന്ന രാജ്യം, വാടക കൊടുക്കുന്ന രാജ്യം ഇന്ത്യയാകുന്നു എന്നാണ് ലോകത്തിന്റെ പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. 20 കോടി ഡോളറിന്റെ മയക്കുമരുന്ന് വിറ്റഴിക്കപ്പെട്ട കൊച്ചി ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ലോകം അവസാനിക്കുമ്പോ, ലോകം ഈ വിധത്തിൽ തകർന്ന് തരിപ്പണമാകുമ്പോ, മനുഷ്യന്റെ ചെയ്തികൾ കണ്ട് ലോകം നശിക്കുമ്പോ, ഈ ലോകത്ത് വ്യാപകമായ കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോ, അള്ളാഹു തീജ്വാലകളെ കൊണ്ട് മനുഷ്യരെ പരീക്ഷിക്കുമ്പോ, ഈ ദുരന്തങ്ങളെല്ലാം നടക്കുന്ന മണ്ണിൽ ഒരു കാര്യം അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂകമ്പവും പേമാരിയും എല്ലാം പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടോ ബേജാറാവണ്ട, അത് കിട്ടും. അപ്പൊ ഖിയാമത്ത് നാളിനെ പറ്റി റസൂൽ പഠിപ്പിച്ചിരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വരാനിരിക്കുന്ന ഖിയാമത്ത് നാൾ അല്ലെ? അങ്ങനെയല്ലേ റസൂലിന്റെ കാലത്ത് നമ്മൾ മനസ്സിലാക്കുക. റസൂൽ പറയാ ഇത്ര അടുത്ത ഖിയാമത്ത് നാള്, എന്നിട്ട് പോലും റസൂൽ അതിനെപ്പറ്റി താക്കീത് നൽകി. എന്തിനാ? ജീവിതത്തിന്റെ ഏത് രംഗത്തും വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത്. അപ്പൊ ഏത് നിമിഷവും നമ്മൾ മുസ്ലിങ്ങളായിരിക്കണം എന്ന് നോക്കൂ. ലോകത്ത് ഭൂകമ്പം ഉണ്ടായില്ല എന്ന് ലോകം ഒന്നിച്ച് തകർന്നില്ലായിരിക്കുക. നമ്മുടെ രാജ്യം കുലുങ്ങിയാലോ അതൊരു ഭൂകമ്പാണല്ലോ, അതൊരു നാശമാണല്ലോ. എല്ലാം തകർന്ന് മണ്ണിനടിയിലായി പോകുന്ന ഒരു ഭൂകമ്പം കേരളത്തിൽ വരില്ല എന്നാര് കണ്ടു? ഇവിടെ സജീവമായി തൗഹീദ് പ്രബോധനം നടക്കുന്നത് കൊണ്ടാണ് അള്ളാഹു ഈ മണ്ണിനെ നിലനിർത്തുന്നത്. കാരണം വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറയുന്നിടത്ത് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഞാൻ നേരത്തെ സൂറത്ത് ആറാഫിലെ 96-ാമത്തെ വചനം ഓതി തന്നല്ലോ, വിശദീകരിക്കാതെ പോയതാണ്. ഒരൊറ്റ കാര്യം അത് ആവിഷേകമായി പറയാം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബർകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, അതായത് ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊടുക്കും. അപ്പൊ മഴ വർഷിക്കണമെങ്കിൽ, പെട്രോളിയം ലഭിക്കണമെങ്കിൽ, അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ എല്ലാം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അപ്പൊ അള്ളാഹു അതൊക്കെ നൽകും. നമുക്കറിയാം ഇവിടെ
അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കില്ല എന്ന്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന ഒരു പ്രബോധക സംഘം ഈ മണ്ണിലുള്ളത് കൊണ്ടാണ് കേരളത്തെ അള്ളാഹു നിലനിർത്തുന്നത്. ഖുർആനിന്റെ 25-ാം അധ്യായം 77-ാമത്തെ ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ് അള്ളാഹു നിങ്ങളെ പരിഗണിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് മാത്രം നേർച്ച നേരുക എന്നിത്യാദി വിശ്വാസ പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് സലഫി പ്രസ്ഥാനം പ്രബോധനം ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് കേരളത്തിന് അഭിവൃദ്ധി ഉണ്ടായത് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഈ ദൈവത്ത് നിലക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും ആളുകളെ കൃത്യമായി അടർത്തിയെടുത്ത് അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലുമായി ഈ സമൂഹത്തെ ജീവിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളോട് നമുക്ക് പറയാനുള്ളത്, അവരിൽ നിന്ന് രക്ഷപ്പെടുത്തി ഖുർആനിന്റെയും സുന്നത്തിന്റെയും തണലിൽ ജീവിക്കുന്ന സലഫുകളുടെ വഴി സ്വീകരിക്കുന്ന സ്വാത്വികന്മാരായ ഒരു വിഭാഗമായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഭൗതിക പ്രമത്തതയിലും ഭൗതിക ആസക്തിയിലും കണ്ണഞ്ചിപ്പോയ ഒരു തലമുറയെ, ഈ മുസ്ലിം സമുദായത്തെ എല്ലാവിധ ആർത്തികളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയും ദുനിയാവിന്റെ എല്ലാ പളപളപ്പുകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയും പരലോകത്തിന്റെ വിശാലമായ ഒരു ലോകത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുകയും ചെയ്യുക എന്ന മഹത്തായ ഡ്യൂട്ടി കൂടി നമുക്കിവിടെയുണ്ട്. സഹോദരങ്ങളെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കുക, ഇത് ഈ ഓഡിറ്റോറിയം പല പ്രോഗ്രാമുകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഓഡിറ്റോറിയമാണ്. ഞാൻ തന്നെ ഒരുപാട് വിഷയങ്ങളോട് അവതരിപ്പിച്ചിട്ടുണ്ട്. മാസങ്ങളിൽ ഇതുപോലെ ധാരാളം വിഷയങ്ങൾ വെച്ച് വ്യത്യസ്ത പണ്ഡിതന്മാരെ കൊണ്ട് സജീവമായ ഇസ്ലാമിക ദഅവത്ത് നിലനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. പിന്നെ ഇത് വലിയൊരു പ്രോഗ്രാമായി നമ്മൾ സംഘടിപ്പിക്കുകയും ഒരു അവധി ദിവസം നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സ് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ അവസരമുണ്ടാവുകയും. സഹോദരങ്ങളെ, ഇതിന് വലിയ ചെലവുകളുണ്ട്. അപ്പൊ നിങ്ങളിതിന്റെ സംഘാടകരെ നിങ്ങളെല്ലാവരും സഹായിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സഹായം ഒരിക്കലും നമുക്ക് നഷ്ടമാവുകയില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. സൂറത്ത് സഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സത്യവിശ്വാസികളെ, വേദനാജനകമായ ഒരു ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടുമുള്ള പോരാട്ടമാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന്, നമ്മുടെ പോക്കറ്റിൽ നമ്മൾ കൊണ്ടുവന്ന പണത്തിൽ നിന്ന് ഒരു നല്ല തുക ഈ പ്രോഗ്രാമിന് സംഭാവനയായി നിങ്ങൾ സമർപ്പിക്കുക, ഇതിന്റെ ചിലവിലേക്കായി. അതുകൊണ്ട് ലോകാവസാനം ശാസ്ത്രത്തിലും ഖുർആനിലും എന്ന വിഷയത്തിൽ നമ്മൾ കൂടുതൽ പഠിക്കുക. ശാസ്ത്രം എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും വിശുദ്ധ ഖുർആൻ ആ കാര്യം ഓരോന്നും എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന്, ഭൂമിക്ക് എന്ത് സംഭവിക്കും, മനുഷ്യർക്ക് എന്ത് സംഭവിക്കും, ആകാശത്തിന് എന്ത് സംഭവിക്കും, ചന്ദ്രൻ എന്ത് സംഭവിക്കും, സൂര്യൻ എന്ത് സംഭവിക്കും, കടലിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ. വൈദൽ ബിഹാറു സുജിറത്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഈ സപ്തസാഗരങ്ങൾ അതൊരു ചെമ്പുപാത്രം പോലെ അതിന്റെ പിൻഭാഗത്ത് അടിച്ചിട്ട് അതിലെ വെള്ളം മുഴുവനും പൊട്ടിയൊലിക്കപ്പെടുന്ന അവസ്ഥ. സുനാമി ഏതായിരുന്നു നിങ്ങൾ കണ്ടില്ലേ? ആ ഒരവസ്ഥ വരാനിരിക്കുന്നു എന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതൊക്കെ വരുന്നതിന് മുമ്പ് പരിശുദ്ധമായ ഒരു ജീവിതം, തിന്മയിലേക്കുള്ള ഒരു റിട്ടേൺ നമുക്കില്ല. നന്മയിൽ നിന്ന് നന്മയിലേക്കുള്ളൊരു യാത്ര, തിന്മയിൽ നിന്നുള്ളൊരു മോചനം, നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രയാണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്, നാം ഓരോരുത്തരുടെയും ജീവിതം ഹസിബു കമല അൻ തുഹസബു, വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തെ നമ്മുടെ വിചാരണക്ക് വിധേയമാക്കുക. മരണമുണ്ട് എന്ന് എപ്പോഴും ഓർക്കുക. മരിച്ച അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് വിശ്വസിക്കുക. 5 നേരം കൃത്യമായി നിസ്കരിക്കുക. ഇവിടെ നമ്മളിൽ പലരും ഇശാ നമസ്കരിക്കാത്തവരാണ്. അതുകൊണ്ട് ജമാഅത്തായി ഇവിടെ നിസ്കരിച്ച് പിരിയാൻ ശ്രമിക്കുക. എല്ലാ ആളുകളും അതിന് സാധ്യമാകാത്തവർ വീട്ടിൽ ചെന്നിട്ട് നിർവഹിക്കുക. എന്തായിരുന്നാലും ജമാഅത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക. ഞാനിവിടെ പറഞ്ഞ സംഭാവനയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ ഇത്തരം വിഷയങ്ങൾ ജനങ്ങളിലേക്ക് ജനകീയമായി എത്തിച്ചു കൊടുക്കാനും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന വസ്തുത അവരെ പഠിപ്പിച്ചു കൊടുക്കാനും ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. സർവാധിനാഥനായ റബ്ബ് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എപ്പോൾ ലോകം അവസാനിച്ചാലും എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായാലും എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഭൂമിയിലും ഈ പ്രപഞ്ചത്തിലും ഒന്നും സംഭവിക്കുന്നില്ല, എല്ലാം അള്ളാഹുവിന്റെ
തീരുമാനമനുസരിച്ചല്ലാതെ ആ തീരുമാനത്തിന് വിധേയരാവുക എന്നത് അവന്റെ ഇഷ്ടദാസന്മാരുടെ ഗുണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയരാണ്, പ്രവാചക വചനങ്ങൾക്ക് വിധേയരാണ്, അതിനനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ നന്മയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഒത്തുചേരൽ ഒരു മഹത്തായ പുണ്യകർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.